നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഇനി മുതൽ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് പോലും കൂടുതൽ സമയം കണ്ടെത്തുക, അവരെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ചിലർക്ക് ജോലി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ, മറ്റു ചിലർക്ക് തണുപ്പുള്ള രാജ്യത്ത് നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാൻ അഥവാ ജോലിക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. നിലവിലുള്ള ഗ്രഹത്തിൽ പുരോഗതിയില്ലാത്തതിനാൽ ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഏറെക്കുറെ തൃപ്തിയായത് കണ്ടെത്തുവാനും ജ്യോതിശാസ്ത്രപ്രകാരം അത് തൃപ്തികരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യതയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ കഴിഞ്ഞ 6-7 മാസമായിട്ട് പലവിധത്തിലുള്ള ചർച്ചകൾ നടത്തുവാനും ഈ ഒരു മാസത്തിൽ അതിലൊരു തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. നിലവിലുള്ള ജോലിയോട് ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനിടവരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ട് തന്നെ സ്വല്പം കൂടി നിലവാരത്തോടു കൂടിയതായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലയെ പറ്റിയിട്ട് അന്വേഷിക്കാനും ഏറെക്കുറെ അത് ചിലത് കണ്ടെത്തുവാനും ഒരുപക്ഷെ പല കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യുന്ന വ്യാപാരങ്ങളായിരിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിന് രൂപകൽപ്പന ചെയ്യുവാനും അന്തിമമായിട്ട് തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളെ പറ്റി പഠിക്കുവാനും ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപക്ഷെ അതിന് ഏറെക്കുറെ കോഴ്സുകളൊക്കെ പൂർത്തീകരിച്ചു എങ്കിൽ പോലും 3-4 മാസം കഴിഞ്ഞിട്ട് മതി അതിനുവേണ്ടി പണം മുതൽ മുടക്കുക എന്ന വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിൽ നന്നായിരിക്കും. പ്രായോഗിക വശവും ആധുനിക സംവിധാനവും ശാസ്ത്രീയ വശവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പല വിധത്തിൽ അസുഖങ്ങൾ വന്ന് ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനയൊക്കെ നടത്തും. എന്നാൽ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ജീവിതശൈലി രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും യോഗമുണ്ട്. അർഹമായിട്ടുള്ള രീതിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് വഴി ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്ക് എടുക്കുവാൻ തീരുമാനിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തിയായ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യപ്രകാരം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. മുടങ്ങിക്കിടപ്പുള്ള പല കർമ്മമണ്ഡലങ്ങളിലും പുനരുദ്ധരീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി മുടങ്ങിക്കിടപ്പുള്ള പല കർമ്മ പദ്ധതികളും പുനരുദ്ധീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പുതിയ ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ആത്മാർത്ഥ സുഹൃത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി
പരീക്ഷ എഴുതുവാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇനിയുള്ള 3-4 മാസത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. 7-8 മാസമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായുള്ള അനുമതി ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. ഇതാണ് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകുമെങ്കിൽ പോലും അനാവശ്യമായിട്ടുള്ള ആധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടെല്ലാം അതിജീവിക്കാനുള്ള അവസരം വന്നു ചേരും. ഒരു പക്ഷേ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. നഷ്ടപ്പെട്ട ഉദ്യോഗത്തിന് പകരം ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ഒരുപക്ഷെ ശമ്പളം പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടാവണം എന്നല്ല, ശമ്പള വർധനവ് അല്ലെങ്കിൽ തൃപ്തിയായിട്ടുള്ള ശമ്പളമൊക്കെ ഒരുപക്ഷെ മെയ് മാസത്തിന് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ട് വിജയം കൈവരിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്മാറി വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 7-8 മാസമായിട്ട് പല വിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു മാസവും മാത്രമല്ല, ഇനിയും 4-5 മാസങ്ങൾ പോലും ഇനിയും ഈ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ വിധത്തിലുള്ള ചുമതലകളും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. പഠിച്ച വിദ്യയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ജോലി ലഭിക്കാത്തത് വഴി ലഭിച്ച ജോലിയിൽ തുടരുവാൻ തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പലർക്കും ജോലിയോടൊപ്പം തന്നെ ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും മംഗളവേളകളിൽ പങ്കെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി വളരെ സമാധാന അന്തരീക്ഷം സംജാതമാകും. അവിചാരിതമായിട്ട് സുഹൃത്തുക്കളോടൊപ്പമോ സഹപ്രവർത്തകരോടൊപ്പമോ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ജനസ്വാധീനം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചാലോ എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കാനിട വരുമെങ്കിൽ പോലും അർഹമായിട്ടുള്ള സ്ഥാനം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ജീവിത നിലവാരത്തിന് തകർച്ച ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമി വിൽപ്പന ചെയ്ത് കടം ഉള്ള പണം ചെയ്തു കൊടുത്തു തീർക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. പ്രകടമായിട്ടുള്ള നേട്ടങ്ങളൊന്നുമില്ലെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കടം വാങ്ങുവാനുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. ഇതര ഭാഷാ പഠനത്തിന് അഥവാ വിദേശത്തുള്ള ഭാഷാ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരമുണ്ടാകും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഉറക്കമൊഴിച്ചുള്ള യാത്രയും അസമയങ്ങളിൽ അമിത വേഗതയുള്ള യാത്രയും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മംഗളവേളകളിൽ വെച്ച് അതുല്യ പ്രതിഭകളെ കാണുവാനും പരിചയപ്പെടുവാനും അവസരം വന്നു ചേരും. പുതിയതായുള്ള ഗൃഹം നിർമ്മിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനും വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം നിലവിൽ വരച്ചതായിട്ടുള്ള പ്ലാനിന് പരിവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിട വരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാനിടയുണ്ട്. പലപ്പോഴും
സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ എന്നിവയിലെല്ലാം തന്നെ വളരെ ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതും എഴുതുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വരവും ചെലവും തുല്യമായിരിക്കുവാൻ ഇടയുള്ളതുകൊണ്ട് പൊതുവെ കഴിഞ്ഞ 7-8 മാസമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ അതിൻ്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുമോ എന്ന തോന്നലോടുകൂടി ധാരാളം പ്രയത്നിച്ചു വരുന്ന ഒരു കാലം തന്നെയായിരുന്നു കഴിഞ്ഞ 7-8 മാസമായിട്ട്. എന്നാൽ ഈ ഒരു പാത ഇനിയും 6-7 മാസത്തേക്ക് കൂടി തുടരുവാനാണ് യോഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പലർക്കും ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ കുടുംബപരമായിട്ട് പുണ്യതീർത്ഥയാത്രകളോ ദേവാലയ ദർശനമോ നടത്തുവാൻ ഉള്ള സാഹചര്യങ്ങളെല്ലാം കുടുംബാംഗങ്ങളിൽ നിന്ന് വന്നു ചേരുമെങ്കിൽ പോലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം തന്നെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ജോലിക്കാർക്ക് ചിലർക്ക് പരിശീലനം നൽകുവാൻ അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് പിരിച്ചുവിട്ട് മറ്റ് ജോലിക്കാർ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാനും സ്വന്തം കാര്യങ്ങൾ അതിനേക്കാൾ ഭംഗിയായിട്ട് നിവർത്തിക്കാനുമുള്ള അവസരം സ്വല്പം പ്രാരംഭത്തിൽ ചില ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ ശുഭപരിസമാപ്തിയിലെത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളോളമായിട്ടുള്ള പ്രവർത്തന ശൈലിയും ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങളും തന്നെയായിരിക്കും ഇതിന് ഏറ്റവും ഉപോത്ബലകമായി തീരുന്നത്. അശുഭചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവാചരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ജനുവരി മുതൽ തന്നെ ധാരാളം പ്രയത്നിച്ചിരുന്നു. ഈ ഒരു സാഹചര്യങ്ങൾ ഇനിയും 5-6 മാസം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാം രേഖാപരമായിട്ട് തന്നെ മേലധികാരികളെയോ അല്ലെങ്കിൽ ഉടമസ്ഥരെയോ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. കലാകായിക മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അതിൽ വേണ്ട വിധത്തിൽ ഒരു അവതരിപ്പിക്കാനും സാധ്യത കാണുന്നുണ്ട്. ചിന്തിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പലപ്പോഴും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജോയിന്റ് വെഞ്ചറുകളിൽ അതായത് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടുന്നതും അത്ര ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുക്തിപൂർവ്വം പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ, അനുഷ്ഠാനക്രമങ്ങൾ അനുവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. പുതിയ ആവിഷ്കരണ ശൈലി പല ജോലിക്കാർക്കും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തേടുന്നത് പല പ്രകാരത്തിലും ഗുണകരമായി തീരും.
2025 ഒടുവിൽ 2026 പൂർത്തീകരിക്കുന്ന പല കരാർ ജോലികളിലും ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ കഴിഞ്ഞ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ മുൻപ് നഷ്ടപ്പെട്ടതായുള്ള കരാർ ജോലികളാണ്. എന്നാൽ താരതമ്യേന പണം കുറവ് ഉണ്ടായിക്കൊണ്ട് ഏറ്റെടുക്കുവാനുള്ള ഒരവസരം ആശ്വാസത്തിന് എല്ലാ പ്രകാരത്തിലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഗതിവിഗതികൾക്കനുസരിച്ച് കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. ആവിഷ്കരണ ശൈലിക്ക് പുതിയ മാനങ്ങൾ കണ്ടെത്തുവാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സാധ്യത കാണുന്നു. ഗവേഷണ ബുദ്ധിയോടുകൂടി ഏതൊരു കാര്യങ്ങളും ഏറ്റെടുക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിട വരും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തത് വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാനിട വരും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിട വരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിലും എല്ലാം അന്തിമ നിമിഷത്തിൽ ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ഇതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.